മലപ്പുറത്ത് വീണ്ടും സംഘർഷത്തിലേക്ക് പോവുകയാണ്. കാര്യങ്ങൾ കൊട്ടിക്കലാശം അവിടെ കുളമാകുന്ന ലക്ഷണമാണ് കാണുന്നത്. പ്രവർത്തകരെ പിടിച്ചു മാറ്റുകയാണ് പോലീസ്. നേരത്തെ പോലീസുമായി വാക്കുതർക്കമുണ്ടായിരുന്നു. അത് വീണ്ടും ഉന്തും തള്ളും ഉണ്ടായിരിക്കുന്നു. പോലീസിന്റെ ലാത്തിയിൽ പ്രവർത്തകർ കയറി പിടിക്കുന്നത് കണ്ടു. തുടർന്ന് പോലീസ് ലാത്തി വീശിയെന്നാണ് തോന്നുന്നത്. അഷ്കർ അലി പോലീസിന്റെ ലാത്തിയിൽ പിടിച്ചു, പിന്നെ പോലീസ് തിരിച്ച് ലാത്തി വീശി. അത് നടന്നോ അവിടെ? പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നു എന്നതാണ് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. കാരണം ഒരു ലാത്തി വീഴ്ചാനുള്ള ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഉയർന്ന പ്രധാന പ്രശ്നം മലപ്പുറം നഗരത്തിൽ ഒരു റൗണ്ട് ഉണ്ട്. ഈ റൗണ്ടിന് മുകളിൽ കയറി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഇപ്പോൾ പതാക വീശുന്നു. എന്നാൽ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർക്കും അതിന്റെ മുകളിലേക്ക് കയറണമെന്ന ആവശ്യം ഉന്നയിച്ചതോടെ അതൊരു സംഘർഷത്തിലേക്ക് മാറുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ അതിന് മുകളിലുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് ഇറങ്ങി വരാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മുഴുവൻ പ്രവർത്തകരും അത് ഇറങ്ങി വരാൻ തയ്യാറുമായിട്ടില്ല. സ്വാഭാവികമായും മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ അതിൽ വലിയ പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ട്. മറുഭാഗത്താണെങ്കിൽ മുസ്ലിം ലീഗിന്റെ കൂടുതൽ പ്രവർത്തകർ കൂടി ഇത്തരത്തിൽ നഗര കേന്ദ്രത്തിലേക്ക് തള്ളി വരാൻ ശ്രമിച്ചതാണ് വീണ്ടും സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. പല ഘട്ടങ്ങളിലായി ചെറുതും വലുതുമായി പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ മലപ്പുറം MSPയിൽ നിന്നടക്കം കൂടുതൽ പോലീസുകാരെ വീണ്ടും പോലീസ് സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പക്ഷേ ഒരു ഭാഗത്തെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും വാഗ്വാദം ഉന്നയിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. പരസ്പരം പോർ വിളിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെയും രണ്ട് സ്ഥാനാർത്ഥികളെയും അനൗൺസ്മെന്റ് വാഹനങ്ങൾ അടുപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. നേരത്തെ ഇതിനിടയിൽ പോലീസ് ബാരിക്കേഡ് തീർച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസ് അവിടെ നിന്നും പ്രശ്നബാധിതമായ മറ്റൊരു പ്രദേശത്തേക്ക് മാറിയതോടെ അവിടെ വീണ്ടും പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നു. പ്രവർത്തകർക്കിടയിൽക്കിട്ട് പോലീസ് തന്നെ പാലിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പോലീസിന്റെ വാക്കുകൾ പ്രവർത്തകർ വിലക്കെടുക്കാതെ വരുന്നതോടെയാണ് പരസ്പരം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരും ലീഗിന്റെ പ്രവർത്തകരും തമ്മിൽ പല കൂടി വാക്കേറ്റവും കൈകാങ്കളിയും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് അത് പ്രവർത്തകരും പോലീസും തമ്മിലായി മാറി. എന്നാൽ തുടർന്ന് ഓരോ ഘട്ടങ്ങളിലായി ഈ കുന്നമൽ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ബലപൂർവ്വം പല ഭാഗങ്ങളിൽ നിന്നും പോലീസ് ബലപൂർവ്വം പ്രവർത്തകരെ നീക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു വിധത്തിലും പ്രവർത്തകർ വഴങ്ങുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ പ്രവർത്തകർ മലപ്പുറം കുന്നുമലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ പ്രചാരണം കൊട്ടിക്കലാശം അവസാനിക്കാനിരിക്കുക പരമാവധി പ്രവർത്തകരെ എത്തിച്ചുകൊണ്ട് തങ്ങളുടെ ശക്തി വിളിച്ചോതാനാണ് ഈ മുന്നണികളുടെ ശ്രമം. സ്വാഭാവികമായും നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് മലപ്പുറം കുന്നുമലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ മലപ്പുറം നഗരത്തിലേക്കുള്ള രണ്ട് പ്രധാന പാതകളിൽ മഞ്ചേരിയിൽ നിന്നുള്ള പാതയിൽ ഇടതുപക്ഷത്തിനും പെരിന്തൽമണ്ണയിൽ നിന്നുള്ള പാതയിൽ മുസ്ലിം ലീഗിനുമായിരുന്നു കൊട്ടിക്കലാശത്തിന് പോലീസ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ആ തീരുമാനങ്ങളൊക്കെ തന്നെ പാടെ തകിടം മറിഞ്ഞു എന്നുള്ളതാണ്. പോലീസ് നിശ്ചയിച്ചിരുന്ന ബാരിക്കേഡുകളൊക്കെ മറികടന്നുകൊണ്ട് പ്രവർത്തകർ കുന്നുമൽ നഗരത്തിലേക്ക് എത്തി. സ്വാഭാവികമായും ഇരു പാർട്ടികളിൽ നിന്നുള്ള പ്രവർത്തകർ നഗരത്തിലേക്ക് എത്തിയതോടെ പ്രവർത്തകരെ നിയന്ത്രിക്കുന്നതിനും അവർക്കിടയിൽ ഒരു ബാരിക്കേഡ് സൃഷ്ടിക്കുന്നതിനും പോലീസിന് സാധിക്കാതെ വന്നു എന്നതിനെ തുടർന്ന് ഇരു പ്രവർത്തകരും വാക്കേറ്റം ഉണ്ടാവുകയും പരസ്പരം സംഘർഷം വലിയ രീതിയിൽ മൂർച്ഛിക്കാതിരിക്കാനുള്ള നീക്കമാണ് അവിടെ നടക്കുന്നത്.